യുദ്ധ സാഹചര്യത്താൽ പ്രവാസികൾ ഉത്കണ്ഠയിലാണ് കഴിയുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ അതിക്രമം നടത്തുന്നുവെന്നും രാജ്യങ്ങൾ തമ്മിൽ മര്യാദ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷത്തിന് നേതൃത്വം നൽകുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിലെന്നും ഇവർ നടപ്പാക്കുന്നത് വന്യമൃഗ നീതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് നവീകരിച്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലുമാണ്. ഇസ്രയേല് അമേരിക്കയുടെ പിന്തുണയോടെയാണ് എല്ലാവിധ അതിക്രമങ്ങളും ലോകത്ത് കാണിക്കുന്നത്. ഇപ്പോ ഉണ്ടായ കാര്യം ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ എപ്പോഴും അത് പാലിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ള വേദിയാണ്. പക്ഷേ ഒരു കാട്ടുനീതി എന്നല്ല, വന്യമൃഗനീതി ഇവിടെ വന്നിരിക്കുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നു. ഇറാൻ വലിയ ചരിത്രമുള്ള രാജ്യമാണ്. എണ്ണയും പ്രകൃതിവാതകവും കൈക്കലാക്കാൻ അമേരിക്കൻ താൽപര്യമാണ് കാണിക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുന്നത് രാജ്യാന്തര മര്യാദകൾക്ക് ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇറാൻ വലിയ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ ഉൽപാദന രാഷ്ട്രമാണ് ഇറാൻ. അതുപോലെ തന്നെ പ്രകൃതിവാതകം കൊണ്ട് സമ്പന്നമാണ്. അത്തരമൊരു രാഷ്ട്രത്തിലെ എണ്ണയും അതോടൊപ്പം പ്രകൃതിവാതകവും തങ്ങൾക്ക് അധീനമാകണം. അതിന് അനുകൂലിച്ച ഷായെ പോലെ അമേരിക്കയുടെ പാവിയായിരുന്ന് ഇറാൻ മൂളി എല്ലാറ്റിനും സമ്മതം കൊടുക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഇറാനുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നത അമേരിക്കക്ക് തുടങ്ങുന്നത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയതിന് യാതൊരു ന്യായീകരണവുമില്ല. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. ഇറാഖിനെയും ആക്രമിച്ചത് അമേരിക്ക തന്നെയാണ്. സദ്ദാം ഹുസൈനെ അമേരിക്ക ഭീകരനാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു.